എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1951 ദിവസത്തെ മലയാളം സെക്ഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നന്ദി. കേരളത്തിൽ പ്രത്യേകിച്ചും കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷിപ്പനി ചികിത്സയും പ്രതിരോധവും ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിലാണ് ഇന്നിവിടെ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് IFPHന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ ഡോക്ടർ MB സനിൽകുമാർ, ഡോക്ടർ എഹിയ പറക്കവട്ടി, ഡോക്ടർ VK ദേവരാജ് എന്നിവരാണ്. ഇന്നത്തെ സെക്ഷൻ 3 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. ഓരോ അതിഥികൾക്കും 7 മുതൽ 10 മിനിറ്റ് വരെ സമയം അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള ആദ്യത്തെ സെക്ഷനും, അതിനുശേഷം 5 മുതൽ 7 മിനിറ്റ് വരെ ഈ വിഷയത്തിൽ എന്തെങ്കിലും തുടർ ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള അവസരവും, മൂന്നാമത്തെ സെക്ഷൻ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ദൂരീകരിക്കുന്നതിനുള്ള സെക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ഈ ചർച്ചയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു വിഷയത്തിലെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ എഹിയ പറക്കവെട്ടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എഹിയ ഡോക്ടർ. ഞാൻ ഡ്രൈവിംഗിലാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. പ്ലീസ് ബെയർ വിത്ത് മീ. സലീം കുമാർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡോക്ടർ സലീം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ സാർ. അപ്പോ ഞാൻ പറഞ്ഞു കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. ഇത് 2014 മുതലാമറ്റാണ് കേരളത്തില് ഈ പക്ഷിപ്പനി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായിട്ട് നിർബാധം തുടരുകയാണ്. മിക്കവാറും ഏതാണ്ട് എല്ലാ വർഷങ്ങളിലും ഇത് വരുന്നുണ്ട്. എങ്കിലും അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2021 ജാനുവരി, 2023 ജാനുവരി, ഫെബ്രുവരി, 2024 ഏപ്രിൽ, മെയ്, പിന്നെ ഇപ്പോൾ 2025 ഡിസംബറിൽ ഒക്കെയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇന്ന് ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ ഒരു നൂറ്റാണ്ടിന് ചേരാത്ത രീതിയിലുള്ള ഒരു പരിഹാരമാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ പാവപ്പെട്ട പക്ഷികളെ, പ്രത്യേകിച്ച് ഈ താറാവിനെ ഒരു ചെറിയൊരു കുഴി ഒഴിച്ച് അതിലേക്ക് നിരത്തി ഓടിച്ചു കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുകയാണ്. ഒരു ക്രൂരമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് വല്ലാതെ ആയി പോവുകയാണ്. ഇത് ഒരു ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം ആധുനികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവർ പറയുന്നത് ഇന്ന് പക്ഷിപ്പനി ഇതുവരെ കുട്ടനാട്ടിലെ ഏതെങ്കിലും പക്ഷി മറ്റൊരാളിലേക്ക് പകർന്ന ഒരു രോഗം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഇത് നാളെ മനുഷ്യരിലേക്ക് പകർന്ന ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് മനുഷ്യനെ കൊന്നാലോ എന്നൊക്കെയാണ് അവർ ഭയക്കുന്നത്. നമുക്കറിയാം, നമ്മൾ താറാവിനെ ആരും പച്ചയ്ക്ക് തിന്നുന്നില്ല, വേവിച്ചാൽ തിന്നുന്നത്. അപ്പോൾ ഒരു വൈറസും അതിന് അവിടെ നിന്ന് കറികടന്ന് പോകുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ അതിനെ പിടിക്കുമ്പോഴും ഇറച്ചി വെക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ നമ്മളിലേക്ക് ഇത് പടരാമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഭയപ്പെടുന്നു. അവർ രോഗാണുവിലേക്ക് നോക്കിക്കൊണ്ട് ചികിത്സിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹവും ഇതുപോലെ പക്ഷികളും ബുദ്ധിമുട്ടുകയാണ്. രോഗാണു സിദ്ധാന്തം അത് കണ്ടെത്തിയ പാസ്റ്റർ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തള്ളിപ്പറഞ്ഞ വിവരം ലോകം അധികം അറിഞ്ഞില്ല. ഇന്ന് എവിടെയെങ്കിലും ഒരു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്താൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഡോക്ടർ, മൃഗ ഡോക്ടർ അത് റിപ്പോർട്ട് ചെയ്യുകയും ഉടനെ തന്നെ കേന്ദ്രത്തിലേക്ക് അറിയിപ്പ് പോവുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം അയക്കും, എത്രയും പെട്ടെന്ന് നടപടിയെടുത്തോളണമെന്ന്. ഉടനെ അത് നടപടിയെടുക്കുകയാണ്. ഇങ്ങനെ നിപ്പ വന്നപ്പോഴും കേരളത്തിലെ ഇതുപോലെ ഈ പക്ഷിപ്പനിയൊക്കെ വന്നപ്പോഴേക്കും അതാത് കാലങ്ങളിൽ ഇവിടെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യകത ഊന്നി പറയുകയും അങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. തോന്നക്കലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നാണ്, IAV. അത് കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക്സ് ട്രെയിനിങ് ആണ്. വൈറോളജി റിസർച്ചിൽ ഡയഗ്നോസ്റ്റിക്സ് ട്രെയിനിങ് കൊടുക്കാന്നൊക്കെയുള്ള ഇതിലാണ് പോകുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ ICMRന്റെ കീഴിൽ ഇന്ന് ആലപ്പി മെഡിക്കൽ കോളേജിൽ ഒരു
NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇവിടെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഡയഗ്നോസ്റ്റിക് സർവൈലൻസ് ഓഫ് ഔട്ട് ബ്രേക്സ് ആണ് അവരുടെ ഡ്യൂട്ടി. ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വൈറൽ ഇങ്ങനെ പനിയായാലും ഇതുപോലെ ബേർഡ് ഫ്ലൂ ഒക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അത് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ഈ NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, അതിൻ്റെ ആളുകൾ അവിടെ പഠനങ്ങളൊക്കെ നടത്തും. ഈ പഠനങ്ങളൊക്കെ നടത്തിയാലും അവർക്കത് പുറത്തുവിടാൻ അവകാശമില്ല. ഇത് നേരെ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പോകണം, ഇതിൻ്റെ ഇവിടുത്തെ കൺക്ലൂഷൻസ് ഒക്കെ. എന്നിട്ട് അവരത് പുറത്തുവിടുമ്പോഴേക്കും ജനവും ഇത് മറന്നിട്ടുണ്ടാവും, പക്ഷിപ്പനിയുടെ കാലവും കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് കുറച്ച് കാലമായിട്ട് നടക്കുന്നത്. ഇതിന് ഇങ്ങനെ ഈ പക്ഷികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സെൻസിറ്റീവ് ആകേണ്ട ആളുകൾ നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾക്കാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. നമുക്കൊക്കെ അറിയാം, വൈറസ് പനീനെ അല്ലെങ്കിൽ വൈറൽ രോഗങ്ങളെ തുരത്താൻ ഹോമിയോപ്പതിക്കുള്ള കഴിവ് ഇപ്പം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനു മുമ്പ് പല അഡ്വാൻസ്, ഇപ്പോൾ ചിക്കൻ ഗുനിയ ആണെങ്കിലും ഡെങ്കി ഫീവർ ആണെങ്കിലും ഒടുവിൽ വന്ന കൊറോണയിലാണെങ്കിലും ഒക്കെ നമ്മളത് തെളിയിച്ചതാണ്. ഇനി പക്ഷിയിൽ നിന്ന് പറന്നു എന്ന് പറയുന്നപ്പെടുന്ന അല്ലെങ്കിൽ പക്ഷികളായിട്ട് പരത്തുന്ന എന്ന് പറയുന്ന ജാപ്പനീസ് എൻകഫലൈറ്റിസ് ആന്ധ്രയിൽ 90കളുടെ അവസാനത്തിൽ പടർന്നു പിടിച്ചപ്പോൾ അവിടെ ഹോമിയോപ്പതി കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അന്ന് വർഷത്തോളം 400 കുട്ടികൾ വീതമാണ് അന്നത്തെ ആന്ധ്രാപ്രദേശിൽ മരിച്ചുകൊണ്ടിരുന്നത്. അത് ആദ്യത്തെ പ്രാവശ്യം നടപ്പാക്കി നമ്മൾ ഹോമിയോപ്പതിയെ ചികിത്സിക്കാൻ അനുവദിച്ചതിന് ശേഷം പിറ്റേ വർഷം മരിച്ചതാകെ 4 കുട്ടികളാണ്. പിന്നീട് അവിടെ മരണങ്ങളുണ്ടായിട്ടില്ല. അത് WHO പോലും അതിനെ അഭിനന്ദിച്ചാണ്. ഇങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി നമുക്കുള്ളപ്പോൾ നമുക്ക് ഇതിനെ അനുവദിക്കുന്നില്ല, ഇങ്ങനെ ഒരു ചികിത്സ ചെയ്യാനൊന്നും ഇവരാരും അനുവദിക്കുന്നില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഈ സർക്കുലർ അയക്കുന്ന സ്ഥാപനത്തിന്റെ പേര് മറന്നുപോയി. അവര് 10-11 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇതിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വൈറോളജിയിൽ ചികിത്സയുള്ള ഹോമിയോപ്പതി ഉൾക്കൊള്ളുന്ന ആയുഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കത്തും പോയിട്ടില്ല. ഇവിടെ നമ്മളെ ഒന്നും ഇടപെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ കൊറോണ കാലത്ത് കണ്ടതാണ്. ഹോമിയോപ്പതിക്ക് ചികിത്സിക്കാൻ ഇവിടെ ചാൻസ് വന്നില്ല. അവസാനം നമുക്ക് കോടതിയിൽ കയറേണ്ടി വന്നു. അതുപോലൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്ന സമയങ്ങളിൽ തന്നെയാണ് ഇത് വരുന്നത്. അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നമുക്ക് ആരെങ്കിലും സംശയിച്ചു പോയാൽ കുറ്റപ്പെടുത്താനും ആവില്ല. ഇതിങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ എനിക്ക് ശേഷം പറയാനുള്ളവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, പിന്നെ ചർച്ചയിലേക്ക് കൊണ്ടുപോകാം. ഏതായാലും നമ്മൾ ഈ കാലഘട്ടത്തിന് നിരക്കാത്ത ഈ ക്രൂരത, മനുഷ്യന്റെ കീഴിൽ ജനിച്ചു പോകുന്നു എന്നുള്ളൊരു ഒരു കൂട്ടം മിണ്ടാപ്രാണികൾ നിഷ്ഠൂരമായി കൊല്ലപ്പെടുന്ന ഒരവസ്ഥ ഇനിയെങ്കിലും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ഒരു മനുഷ്യത്വം കൊണ്ടുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. അതിന് കഴിവും ശക്തിയും ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത്. അത് ഇനിയെങ്കിലും 4 പേരെ അറിയിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ചാ വിഷയം. അതിന് എൻ്റെ പിന്നാലെയുള്ളവരൊക്കെ ആ വിഷയം ചർച്ച ചെയ്യുമെന്നും നമുക്കിത് കുറച്ചുകൂടി ആരോഗ്യപരമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചർച്ചയ്ക്ക് എത്തുന്നത് ഡോക്ടർ ഷാജു കുടിയാട്ടാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഫാക്കൾട്ടിയായിട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന ഡോക്ടർ ദേവരാജിന് ആരോഗ്യ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ടോ? Please invite Dr. Devaraj. ഓക്കെ, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയിലോട്ട് ഡോക്ടർ ദേവരാജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സോറി, ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കയറിയെന്നേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ സർ. ഓക്കെ, 2 വാക്ക് ഡോക്ടർ ഷാജി കുടിയ ഡോക്ടർ സംസാരിച്ചോളൂ. അദ്ദേഹത്തിന് വയ്യെന്ന് പറഞ്ഞതല്ലേ? സുഖമല്ലേ? ഓക്കെ, അപ്പം നമ്മള് സലീം ഡോക്ടറാണ് ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട IUPHന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞു. ഈ പക്ഷിപ്പനി കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് നമ്മൾ
ഈ ആഗോളതലത്തിൽ നടക്കുന്ന മറ്റു പല സംഭവങ്ങളുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വേണം ഇതിനെ കാണാനായിട്ട്. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുമ്പോൾ ആഗോളതലത്തിൽ ഈ ഇപ്പോൾ ഒരു ന്യൂ വേൾഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പദ്ധതികൾ ചില ഗൂഢശക്തികൾ പ്ലാൻ ചെയ്തു വരുന്നുണ്ട്. അത് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, മനുഷ്യനെ ഹാക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കൊച്ചു ലോകത്തിൽ നിന്ന് കൊച്ചു കേരളത്തിലെ മാത്രം ഒരവസ്ഥയിൽ ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്റ്റൻറ്റ് ഇതിൻ്റെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുമാതിരി പക്ഷിപ്പനി വന്നു, കുറേ പക്ഷികളെ കൊന്നുകളഞ്ഞു. ആ പക്ഷികളെ കൊന്നുകളഞ്ഞതിന് ശേഷം പിന്നെ കുറേ നാളത്തേക്ക് ആ ഭാഗത്ത് കുട്ടനാട് ഭാഗത്ത് താറാവുകളെയൊന്നും കൃഷി ചെയ്യരുതെന്നുള്ള ഒരു ഓർഡർ വന്നു. ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സ കൊണ്ട് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗത്തെ പക്ഷികളെ വളർത്താൻ തന്നെ സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് ഇപ്പം ഈ കർഷകർ ഈ എഡിബിളായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായ ഈ പക്ഷികളെ വളർത്തിക്കൊണ്ടുവന്ന് ക്രിസ്മസ്, ഈസ്റ്റർ അതുപോലെ ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ ഇതിൻ്റെ വിൽപ്പനയ്ക്കും ഒക്കെ അവർക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം തയ്യാറായി വരുമ്പോൾ ഇതുമാതിരിയുള്ള കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ വിൽപ്പനയും അതിൻ്റെ എഡിബിലിറ്റി, അതിൻ്റെ ഭക്ഷ്യയോഗ്യതയെ ഒക്കെ നിരോധിക്കുന്നത് വഴി ആർട്ടിഫിഷ്യലായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത് വളർത്തുന്ന കർഷകരുടെ നടുവൊടിപ്പിച്ച് ഈ കൃഷിയിൽ നിന്ന് അവരെ മാറ്റാനും ഒക്കെ ഉള്ള ഗൂഢശക്തികൾ, നിഗൂഢതകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ വെറും ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യമായിട്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതൊക്കെ സൂപ്പർഫിഷ്യലായിട്ട് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ബിൽഗേറ്റ്സിനെ പോലെയുള്ള വമ്പന്മാർ സിന്തറ്റിക് മീറ്റ് ഉൽപാദനത്തിലാണ് ഇപ്പോൾ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന സിന്തറ്റിക് മീറ്റ് നാളെ വിപണിയിൽ ഇറങ്ങുമ്പോൾ ഈ ഭക്ഷ്യക്ഷാമം, എഡിബിളായിട്ടുള്ള പക്ഷികളെയൊക്കെ കൊന്നൊടുക്കി അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഉൽപാദനവും എല്ലാം നിരോധിച്ച് പറ്റാത്ത രീതിയിൽ കർഷകരെയൊക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കഴിഞ്ഞാലാണ് വരും കാലങ്ങളിൽ ഇവരുണ്ടാക്കുന്ന സിന്തറ്റിക് മീറ്റിന് ലോകം മൊത്തം വിപണി ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു ഗൂഢാലോചനയാണ്. അതുപോലെ തന്നെ ഈ പക്ഷികളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഇത് പകരുമെന്നുള്ളതിന് ഒരു തെളിവുമില്ല, ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. എന്നിട്ടും കൊല്ലുവാണ്. പക്ഷെ ഈ തെരുവിൽ ആരുടെയും ഉത്തരവാദിത്വം ഇല്ലാതെ വളരുന്ന നായ്ക്കളുണ്ട്, തെരുവ് നായ്ക്കൾ. അതുങ്ങൾ കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുന്നു. എത്രയോ മനുഷ്യരെ ഓടിച്ചിട്ട് കടിക്കുന്ന വീഡിയോസൊക്കെ നാം നിരന്തരം കാണുന്നു. അങ്ങനെയുള്ള തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനോ തെരുവിൽ നിന്ന് മാറ്റുന്നതിന് പോലുമോ ഇവിടെ ഒരു നിയമവുമില്ല. ആരും ഗവൺമെൻറ് ഉത്തരവാദിത്വം എടുക്കുന്നില്ല. അങ്ങനെ ഉത്തരവാദിത്വം എടുക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് പക്ഷികളെ കൊല്ലാൻ ഓർഡർ ഇടുന്നതെന്നുള്ള ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിതെല്ലാം കൂട്ടായി കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടതുണ്ട്. ഈ നായ്ക്കൾ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാക്സിൻ നമ്മുടെ സ്വന്തം പൈസയിൽ എടുക്കണം. ഗവൺമെൻറ് ഉത്തരവാദിത്വം എടുക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പുതിയൊരു അറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന റാബീസ് വാക്സിൻ നമ്മൾ ആരും അറിയാതെ ട്രഡീഷണൽ വാക്സിനിൽ നിന്ന് ന്യൂ ജനറേഷൻ വാക്സിനായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ടെന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇത് ആരെയും ഒരു ശ്രദ്ധയിലും പെടുത്താതെ അണ്ടർഗ്രൗണ്ടിൽ നടത്തി നിഷ്കളങ്കരായ മനുഷ്യരെ ചതിയിൽ ചാടിച്ച് ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലോട്ടും ഒത്തിരി ഗൂഢലക്ഷ്യങ്ങളിലോട്ടും
ഈ ലോകം ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഏതാനും ശക്തികളുടെ കരാള ഹസ്തങ്ങളിൽ എത്തപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന പോലെയുള്ള വെറും ഒരു നിസ്സാര സംഗതിയല്ല, ഇതിൻ്റെ പിന്നിൽ വൻ പദ്ധതിയും പ്ലാനിങ്ങും ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ വരികയും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും റെഡിയാകുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നു. നമ്മുടെ നാട്ടിലുള്ളവരെ തന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും പട്ടാളക്കാരൊക്കെ ആയിട്ട് ശമ്പളത്തിന് നിയമിച്ച് അവരെ കൊണ്ട് നമ്മളെ നിയന്ത്രിച്ചാണ് അവരുടെ അധികാരം കൈയാളി നമ്മളെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയൊക്കെ ഭരണം കൈയാളിക്കൊണ്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ളവരെ തന്നെ നമ്മുടെ ഭരണാധികാരികളാക്കി നമ്മൾ തിരഞ്ഞെടുക്കും എന്നുള്ള വ്യാജേന വിട്ടിട്ട് അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അധികവും നമുക്ക് വേണ്ടപ്പെട്ടതല്ല, അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഏജൻസികൾക്കും അവരുടെ നിർദ്ദേശപ്രകാരവും ഉള്ളതാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ കഴിഞ്ഞ കാലത്ത് പാസ്സായ പബ്ലിക് ഹെൽത്ത് ആക്ട് ഉൾപ്പെടെയുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ രാജ്യത്തെ മറ്റ് ഉള്ളവരെയും ലോകത്തുള്ളവരെയൊക്കെ അറിയിച്ച് നമ്മൾ ഇത് പരമാവധി മനുഷ്യരിൽ എത്തിച്ച് ഈ അറിവ് എത്തിച്ച് ഈ ഗൂഢസംഘത്തിൻ്റെ കരാള ഹസ്തത്തിൽ നിന്നും മനുഷ്യരാശിയെ വിമുക്തരാക്കിയില്ലെങ്കിൽ മനുഷ്യരാശി വൻ ദുരന്തത്തിലോട്ടാണ് പോകുന്നതെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പക്ഷിപ്പനി നമ്മുടെ ഈ കുട്ടനാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം മാത്രമല്ല, അത് ആഗോളതലത്തിൽ നടക്കുന്ന വരാൻ പോകുന്ന അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളിലൂടെ ഭാഗമായി കൂടിയാണ്. അപ്പം നമ്മളിത് മനസ്സിലാക്കാനും ഇതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഉള്ള അറിവ്, അതുപോലെ തന്നെ കൂട്ടായ്മയുടെ ശക്തി, അതുപോലെ നമ്മുടെ നിയന്ത്രിക്കുന്ന അധികാരികളിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ച് അവരെയും കൂടെ ബോധ്യപ്പെടുത്തി ഈ ചതികളിൽ അവരറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ കൂട്ടായി നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്കും നമ്മുടെ കർഷകർക്കും ഈ മൃഗങ്ങൾക്കും ഒക്കെ നമുക്ക് ഇവിടെ വളരുന്നതിനും ജീവിക്കുന്നതിനും നമ്മുടെ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ എൻവിറോൺമെൻറ്റ് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും സസ്റ്റൈനബിൾ ആക്കുന്നതിനും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഏഹിയ റെഡിയാണെങ്കിൽ ഈ ഡോക്ടർ ഏഹിയനെ ക്ഷണിക്കാവുന്നതാണ്. സംസാരിക്കാം. ഡോക്ടർ മുസ്തഫയും വന്നിട്ടുണ്ട്, വെറ്റിനറി ഡോക്ടറാണ്. ഡോക്ടർ മുസ്തഫേനെയും സംസാരിക്കാൻ വിളിക്കണം. ഡോക്ടർ മുസ്തഫയും സംസാരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഡോക്ടർ ഏഹിയെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. ഞാൻ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത് കേട്ടോ, സോറി. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഞാൻ സംസാരിച്ചിരുന്ന് കേട്ടിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മളിങ്ങനെ ഈ പക്ഷികളെ കൊല്ലുന്നു, അത് ഒഴിവാക്കണം, അതിന് മാംസം നമ്മൾ പാചകം ചെയ്താണ് കഴിക്കുന്നത്, അതുകൊണ്ട് മനുഷ്യരിലേക്ക് ഇത് പകരില്ല, ഹോമിയോപ്പതി ഇതിന് നല്ലതാണ്, അതുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിന് ഈ പക്ഷികൾക്ക് വരാതിരിക്കുന്നതിന് പ്രിവെൻറ്റീവായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പം ഒരു എവിഡൻസും നമുക്ക് കാണിക്കാനില്ല എന്നുള്ള ഒരു സത്യം ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഹോമിയോപ്പതി നല്ലതാണ്, വൈറൽ ഡിസീസുകൾക്കെല്ലാം ഹോമിയോപ്പതി ഉചിതമാണ് എന്ന് പറയുമ്പം നിങ്ങൾ 100 താറാവിനെയോ 100 കോഴിയോ ചികിത്സിച്ച് രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന ഈ ഇവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടേഴ്സും ഇതുവരെ അങ്ങനെ ചെയ്ത ഒരു ചരിത്രമില്ല. നേരത്തെയും അങ്ങനെ ഒരു റെക്കോർഡും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്? അവിടെയും നാം ചിന്തിക്കേണ്ടതാണ്. കാരണം പക്ഷികളെന്ന് പറയുന്നത് പറന്നു നടക്കുന്ന
അത് ഇന്ന് ഒരു കൊമ്പിലിരുന്ന് കഴിഞ്ഞാൽ നാളെ വേറെ മരത്തിലായിരിക്കുന്നത്. അതല്ലെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതൊരിക്കലും അത് ഇരിക്കുന്ന സ്ഥലത്ത് അത് ഷിറ്റ് ചെയ്താൽ ആ ഷിറ്റുമായിട്ട് അതിൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയുമായിട്ട് ഒരു ടച്ചും വരുന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ കോഴികളെയോ അല്ലെങ്കിൽ താറാവുകളെയോ വളർത്തുന്നത് 1 സെന്റ് 2 സെന്റ് സ്ഥലത്ത് 500 1000 എണ്ണത്തിന് ഒരുമിച്ചാണ് വളർത്തുന്നത്. അപ്പം നാം തന്നെയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുക. അപ്പം നമ്മൾ തന്നെ രോഗം ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ വിലപിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് രോഗം വരാതെ നോക്കുക. അത് മാസ്റ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിലും ഫുട്ട് ഔട്ട് മൗത്ത് ഡിസീസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെയെല്ലാം ഈ മൃഗങ്ങളെയൊക്കെ കെട്ടിയിട്ട് വളർത്തേണ്ട സാധനങ്ങളല്ല. അത് വെറുതെ കാട്ടിലും അല്ലെങ്കിൽ നാട്ടിലും അലഞ്ഞു തിരിഞ്ഞ് വളരേണ്ട സാധനങ്ങളാണ്. അതിനെയെല്ലാം നാം നമ്മുടെ അധീനതയിൽ കൊണ്ടുവന്ന് നമുക്ക് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രോഗകാരണം. അപ്പം ആ രോഗകാരണത്തിന് നമ്മൾ മറുമരുന്ന് ആദ്യമേ കാണണം. അപ്പം അതിനെ വളർത്തുന്ന രീതി ശരിയല്ല. അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ഒരു തൊഴുത്തിൽ കെട്ടുവാണെങ്കിലും പിറ്റേ ദിവസം വേറൊരു തൊഴുത്തിലായിരിക്കണം ആ ആനിമലിനെ കെട്ടേണ്ടത്. അതുപോലെ തന്നെയാണ് ഇത്. പക്ഷികളാണെന്നുണ്ടെങ്കിലും അതിനെ അഴിച്ചു വിട്ട് സ്ഥലങ്ങൾ മാറ്റി എങ്കിൽ മാത്രമേ അതിൻ്റെ ഈ ഷിറ്റുമായിട്ട് ഈ ബേർഡ്സിന് കോണ്ടാക്ട് വരാതിരിക്കത്തുള്ളൂ. അപ്പം ഈ വക കാര്യങ്ങൾ കർഷകർക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും, ഒപ്പം നമ്മുടെ മെഡിസിൻ ഇപ്പം ഇതിനകത്ത് H1N1 ആണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എന്നൊക്കെയാണല്ലോ ഇതിന് പറയുന്നത്. H5N1 എന്നും പറയാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ പക്ഷിപ്പനിയിൽ വൈറസുകളെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ നമുക്കറിയാം, വവ്വാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് ഭാഗത്ത് രോഗം വന്ന സമയത്ത് അവിടെ ഇതിനെല്ലാം ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. WHO ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോട്ടോക്കോളാണ്. ഇവിടുത്തെ മിനിസ്റ്റർ പറഞ്ഞു പക്ഷികളെല്ലാം കൊല്ലണം. കാരണം അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആൻസറബിൾ ആണ്. സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിലും ഈ പറഞ്ഞ WHO-ക്കാണെങ്കിലും ഈ H1N1 ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് രാജ്യങ്ങളിൽ കടന്ന് ദിവസങ്ങൾ കൊണ്ട് പോകുന്ന രോഗങ്ങളാണ്. അപ്പം ആർക്കെങ്കിലും ഏവിയൻ ഫ്ലൂ ഏതെങ്കിലും രാജ്യത്തുള്ളവർക്ക് വന്നാൽ അത് കേരളത്തിൽ നിന്നാണ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ ആൻസറബിൾ ആണ്. നമ്മുടെ മന്ത്രിയെയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചെയ്യേണ്ടത് ഈ പ്രോട്ടോകോൾ പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരതുകൊണ്ട് അവർ കൈ കഴുകി അവർ രക്ഷപ്പെട്ടു. പക്ഷേ നമുക്ക് എന്ത് കാണിക്കാനുള്ളത് ഇവിടെ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ മനോരമ ന്യൂസിനകത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തിരുന്നു. എത്ര പേര് വിളിച്ചു എന്ന് എനിക്കറിയത്തില്ല, ആരുടെ നമ്പറാണെന്നും എനിക്കറിയത്തില്ല. അവരെ എത്ര കർഷകർ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് ഒരു ടീം വർക്ക് ഉണ്ടാവുകയും ഏതെങ്കിലുമൊക്കെ കർഷകരെ സമീപിക്കുകയും അവരിൽ നമ്മുടെ മരുന്ന് കൊടുക്കുകയും അതിനകത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ആ റിപ്പോർട്ട് ഫലപ്രദമാണെന്ന് നമ്മുടെ ഗവൺമെന്റിന് അത്യാവശ്യം നമ്മുടെ കർഷകരെങ്കിലും ആലപ്പുഴ ജില്ലയിലുള്ള കർഷകരെങ്കിലും കാണിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ ഘോരഘോരം ഇവിടെ ഇരുന്നിട്ട് ഹോമിയോപ്പതി ഏവിയൻ ഫ്ലൂണ് നല്ലതാന്ന് പറഞ്ഞിട്ടാൽ ഈ ലോകത്ത് ഒരു മനുഷ്യരും വിശ്വസിക്കാനും പോകുന്നില്ല, എടുക്കാനും പോകുന്നില്ല. കഴിഞ്ഞ വർഷവും നമ്മൾ ഇത് ആവർത്തിച്ചതാണ്. ആലപ്പുഴയിൽ പോലും നമ്മൾ പത്രസമ്മേളനം നടത്തുകയാണ്. ഇതിലും വലിയ ഇൻഫ്ലുവൻസ് പലർക്കും നമുക്ക് ചെയ്യാൻ പല മാധ്യമങ്ങളിലും ആ വാർത്ത വരികയും ചെയ്തതാണ്. പക്ഷെ നമ്മൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് 1 or 2 ഫാമിലെങ്കിലും നമ്മുടെ മരുന്ന് പരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇതോടുകൂടി ഉണ്ടാകണം. അതുവഴി അത് റെക്കോർഡാകണം. ആ റെക്കോർഡ് നമുക്ക് സ്റ്റേറ്റിലോ സെൻട്രലിലോ അറ്റ്ലീസ്റ്റ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെങ്കിലും അത് കൊടുക്കണം. വെറ്റിനറി സർജൻസിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ അത് ഷെയർ ചെയ്യണം. അങ്ങനെ ഒരു 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 രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ഈ ചർച്ച ഉതകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മരുന്നുകളുടെ ഇപ്പം നമ്മൾക്കറിയാമോ, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന മരുന്ന് ആഴ്സനിക് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആന്റിമോണിയം ടാർട്ടാരിക്കം ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഫോസ്ഫറസ്, കാരണം ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗമാണ്. ഏവിയൻ ഫ്ലൂ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ന്യൂമോണിയ ഉണ്ടാകുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്നതാണ്. വെറാട്രോ ആൽബ്, ഓക്സിലോകോസിനോ എന്ന് പറഞ്ഞിട്ട് ബോയ്റോൺ ഇറക്കിയ ഒരു മെഡിസിൻ ഉണ്ട്, ഓക്സിലോകോസിനം. ഇൻഫ്ലുവൻസയ്ക്കും ബേർഡ് ഫ്ലൂവിനും വളരെ ഇഫക്റ്റീവായിട്ട് മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും USA ഉപയോഗിക്കുന്ന മെഡിസിനാണ്.
ജെൽസീമിയം വളരെ ഫലവത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പൊ ഇതെല്ലാം റിസർച്ചിൽ കൊണ്ടുവരികയും റെക്കോർഡിക്കലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു മാർഗമാണ് ഇതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇതിനകത്ത് വെറ്റിനറി സർജൻസ് ഉണ്ട്, അവരുടെ ആശയങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഡോക്ടർ എഹിയ, ഇക്കാര്യത്തിൽ ഹോമിയോപ്പതി ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ടെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അടുത്തത് നമുക്ക് വെറ്റിനറി സർജനായ ഡോക്ടർ മുസ്തഫയെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമുക്ക് ഈ ബേർഡ് ഫ്ലൂ പോലെയുള്ള നോട്ടിഫയബിൾ ഡിസീസ് വരുമ്പോൾ നമ്മളൊരു സിഗ്നറ്ററി നേഷൻ ആയതുകൊണ്ട് ഓഫീസ് ഇന്റർനാഷണൽ എപ്പിസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഇത് നിയന്ത്രിക്കുന്നത്. അത് നമ്മൾ പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് ഇല്ല, അത്രയും ഏരിയയിൽ നമ്മൾ ഇതിനെ കള്ളുകയാണ് ചെയ്യുന്നത്. അത് ഇന്ത്യ ഇതിലെ ഒരു സിഗ്നറ്ററി നേഷൻ ആയതുകൊണ്ട് നമുക്കിത് അത് പാലിച്ചേ അടങ്ങൂ എന്നുള്ളൊരാണ് വിഷയം. നമ്മളിപ്പോ ഒരു എപ്പി സെന്ററിന്റെ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ചാലഞ്ച് ചെയ്തൊരു ട്രീറ്റ്മെന്റിലേക്കൊന്നും പോകാനാവൂല, കാരണം നമ്മളെ ഈ നിയമം ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് അവിടുന്ന് ഇതിപ്പം നോട്ടിഫയബിൾ ഏരിയയിൽ നിന്ന് നമുക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പുറത്ത് വേറെ ഇടത്തേക്ക് കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ചാലഞ്ച്. അത് ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് നമുക്ക് അത് ചെയ്യാനാവില്ല. അത് നിയമം ദേശീയ തലത്തിൽ തന്നെ അത് മാറ്റാതെ നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ്. കാരണം മുമ്പ് കോഴിക്കോട് ഭാഗത്ത് വന്നപ്പോൾ അവിടെ ഒരു ഫാമില് നമ്മളിത് ട്രയൽ നടത്തിയതാണ്. പക്ഷെ പിന്നെ ഭോപ്പാലിൽ നിന്ന് പോസിറ്റീവ് പറഞ്ഞപ്പം ആ ഫാമിലെ കോഴികളെ മൊത്തം കൊന്നു കളഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഒഴിച്ച് ബാക്കിയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പിന്നെ ഒരു റെക്കോർഡ് എന്നുള്ള നിലക്ക് അത് കൊണ്ടുപോകാനായില്ല. കാരണം അത് കണ്ടെയ്ൻമെന്റ് സോണിലായതുകൊണ്ട് ആ ഫാമിലുള്ള എല്ലാ കോഴികളെയും സ്ലോട്ടർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇതിനുണ്ട്. ഇത് ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് അപ്പുറം ഇതൊരു അന്തർദേശീയ നിയമത്തിന്റെ ശൃംഖലയിൽപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. മുസ്തഫ ഡോക്ടറെ, അത് ഇപ്പൊ മുസ്തഫ ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടു. മുസ്തഫ ഡോക്ടർ ലൈവിൽ ഇരിക്കണേ, നമുക്കതിന് സിമ്പിൾ സൊല്യൂഷനും ഉണ്ട്. കാരണം ട്രീറ്റ്മെന്റ് ആണ് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റിസർച്ച് നമുക്ക് നടത്താം. നമ്മൾ ഒരു ഫാമിലെ ഒരു പറ്റം പക്ഷികളെ നമ്മൾ IFPH എന്ന് പറഞ്ഞ സംഘടന, നമ്മളൊരു വിദഗ്ധ സമിതിയെ ഉണ്ടാക്കി നമ്മുടെ മരുന്ന് കൊടുത്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് ആരും പ്രിവെന്റ് ചെയ്യുന്നില്ല. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനാണ്. നമ്മുടെ മരുന്നിന്റെ എഫക്റ്റീവ്നെസ് ആയിട്ട് റിസർച്ച് സ്റ്റഡി നടത്തുന്നതിന് നോബഡി പ്രിവെന്റ്. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എന്നുള്ള പേര് ചെയ്യുമ്പോഴാണ് നമുക്ക് നിയമബാധ്യതയാകുന്നത്. നമ്മളൊരു റിസർച്ച് പ്രൊപ്പോസൽ ഉണ്ടാക്കി അത് നമ്മൾ IFPHന്റെ വകയായിട്ട് നമുക്ക് നേരിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഗവൺമെന്റിന് കൊടുത്താൽ ഈ പറയുന്നതൊക്കെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ ആയതുകൊണ്ട് അവർ സമ്മതിക്കണമെന്നില്ല. പക്ഷെ നമുക്കത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യണം. അത് മുസ്തഫ ഡോക്ടറെ പോലെയുള്ളവർക്ക് അതിന് അനിമലുമായിട്ട് ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ട് ലീഡർഷിപ്പ് എടുക്കണം. IFPH അതിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നതാണെന്നാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിത് എന്താണ് ഈ പറഞ്ഞ നമ്മൾ ഇത് അലോപ്പതിക്കാർ പറയുന്ന പോലെ നമ്മൾ ഇത് പഠനം നടത്തിയിട്ടില്ല. ഓരോ രോഗം വരുമ്പോഴും അലോപ്പതിക്കാർ ചെയ്യണ പോലെ നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറയുന്നതിൽ
നമ്മുടെ ചികിത്സാ രീതിയുമായിട്ട് ബന്ധപ്പെടുത്ത് അലോപ്പതിക്കാർ പറയുന്ന ഭാഷ നമ്മൾ തന്നെ ഏറ്റു പറയരുതെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മൾ ഒരു രോഗത്തെ പ്രതിരോധിക്കുന്നത് ഓരോ രോഗം വരുമ്പോഴും മെഡിസിൻ പ്രൂവ് ചെയ്തല്ല. നമ്മുടെ ഒരു യൂണിവേഴ്സൽ ലോ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലോ ഓഫ് സിമിലേഴ്സ്. അത് ഏത് രോഗം വന്നാലും, പഴയതും പുതിയതുമായിട്ടുള്ള ഏത് രോഗം വന്നാലും, ആ പ്രിൻസിപ്പിൾ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള അവസ്ഥയുടെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി അതിനനുയോജ്യമായ മരുന്ന് കണ്ടെത്തി കൊടുത്താൽ നമുക്ക് പ്രതിരോധിക്കാനും ചികിത്സിക്കാനും പറ്റും. അതിൻ്റെ ഒരു സംശയവും വേണ്ട. അത് കാലാന്തരങ്ങളായിട്ട് നമ്മൾ ഹോമിയോപ്പതി കണ്ടുപിടിച്ചപ്പോൾ മുതൽ ഇതുവരെ നമ്മൾ എത്രയോ വൈറൽ രോഗങ്ങളെ നമ്മൾ ചികിത്സിച്ചിട്ടും പ്രതിരോധിച്ചിട്ടുമുണ്ട്. അത് ഈ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് അലോപ്പതിക്കാർ പറയുന്ന ഒരു ഭാഷ നമ്മളത് ഏറ്റുപറഞ്ഞ് നമുക്ക് തന്നെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലോട്ട് നമ്മൾ ആരും പറയരുത്. അത് ശരിയല്ല. നമുക്ക് പ്രതിരോധിക്കാനും ചികിത്സിക്കാനും സാധിക്കും. നമ്മുടെ മെറിറ്റ് എന്താണ്, നമ്മുടെ വ്യത്യസ്തത എന്താണെന്ന് നമ്മൾ ലോകത്തെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഇന്നത്തെ ലോകത്ത് അധികം പേർക്കും അറിയത്തില്ല. പത്രക്കാരുൾപ്പെടെയുള്ളവർ ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കാര്യം തുറന്നു പറയാനും മറ്റുള്ളവരെ കേൾപ്പിക്കാനും നമ്മൾ തന്നെ വിശ്വസിക്കാനും തയ്യാറാകുകയാണ് അതിൻ്റെ അകത്ത് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. അപ്പോൾ ഇത് റിസർച്ചായിട്ട് നമ്മൾ കണ്ടക്ട് അതിനൊരു എതിരഭിപ്രായം ഉണ്ടല്ലോ ഷാജി ഡോക്ടറെ. പറയൂ. കാരണം ഏത് സാമുൽ ഹനുമാനോ അല്ലെങ്കിൽ കെന്റോ അല്ലെങ്കിൽ ഈവൻ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് എത്ര ആനിമൽസിനെ എവിടെ ട്രീറ്റ് ചെയ്ത് ഏത് പ്രൂവിങ്ങിലാണ് കാണിച്ചു തന്നിരിക്കുന്നത്? പക്ഷികളെ ചികിത്സിക്കാനായിട്ട് ഏത് ഹോമിയോപ്പതി ഫിലോസഫിയിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്ത് മെന്റൽ സിംറ്റംസ് ഇമോഷണൽ സിംറ്റംസും എടുത്താൽ കാണിച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും പ്രൂവിങ് ഈ ആനിമൽസിലും പക്ഷികളിലും നടത്തിയതായിട്ട് എന്തെങ്കിലും റെക്കോർഡിക്കലി ഏതെങ്കിലും മാസ്റ്റേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ അനിമൽസിനെ ഹോമിയോപ്പതി കൊണ്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അതിന് കോഴ്സ് നടത്തി അത് എക്സ്പെർട്ടായിട്ടുള്ളവരുണ്ട്. മുസ്തഫ ഡോക്ടറെ പോലെയുള്ളവർ ഇത് ചികിത്സിക്കുന്നത് ഇതേക്കുറിച്ച് യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാണ്. അവർ പഠിച്ചിട്ടില്ല. നമ്മുടെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി നമ്മൾ പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ കൊടുക്കുന്നെങ്കിലും റെക്കോർഡിക്കലി നമ്മുടെ രജിസ്റ്ററിൽ റെക്കോർഡിക്കലി ഏത് കോളേജിലാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്? ഈ 5.5 വർഷം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ നമ്മുടെ സിലബസുകളിൽ. ഹോമിയോപ്പതി അതാണല്ലോ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിൽ. അവിടെ ഏത് പക്ഷിയെ ചികിത്സിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഏഷ്യ ഡോക്ടർ അങ്ങനെ ഇന്റർഫിയർ ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഏഷ്യ ഡോക്ടർ പറയൂ. നമ്മള് ഇത് ഓപ്പൺ ആയിട്ട് റിസർച്ച് വേണം, അത് റെക്കോർഡിക്കലാകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മൾക്ക് അത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഇതുവരെ ഉണ്ടാകുന്ന ഹോമിയോപ്പതി ഒരു മെയിൻ സ്ട്രീമില് വൺ ഹെൽത്ത് വൺ സിസ്റ്റം ആയിട്ട് നമ്മൾ ലോകത്ത് മാറ്റാൻ അവതരിപ്പിക്കുമ്പോൾ IFPH അത് പ്രൊമോട്ട് ചെയ്യാനും അത് സംഘടിപ്പിക്കാനും അത് ലോകത്ത് വ്യവസ്ഥാപിതമായിട്ട് കൊണ്ടുവരാനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് IFPH ഇൻട്രസ്റ്റ് എടുക്കുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും. അപ്പൊ ആ നേതൃത്വം എടുക്കുന്ന ഒരു സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ധാരണ വേണം. അപ്പൊ നമ്മൾ തമ്മിൽ മറ്റുള്ളവർ പറയുന്ന വർത്താനം നമ്മൾ തമ്മിൽ പറയരുത്. ഞാൻ സംസാരിച്ചോട്ടെ. അതായത് പറയൂ. യഹിയ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ വിഷയം കോടതിയുടെ മുമ്പിൽ വരികയാണ് നോക്കുക. കോടതി എന്താ നോക്കുന്നത്? ഒരു ഷാജി വർഗീസ് കുടിയാട് ഡോക്ടർ ഇത്ര ചികിത്സിച്ചെന്നോ ഡോക്ടർ എക്സ് അല്ല നോക്കുന്നത്. കോടതി പറയുന്നത്, കോടതിക്ക് ഒരു പുസ്തകമുണ്ട്, ട്രീറ്റബിൾ ഡിസീസ്, അങ്ങനെ കുറെ. ഇപ്പൊ നമ്മുടെ കോവിഡിന്റെ ആയിരുന്നു എടുക്കാം. ആദ്യം കോവിഡ് ട്രീറ്റ് ചെയ്യാൻ കൊടുത്ത അപ്പീലൊക്കെ കോടതി തള്ളി. എന്താ കാര്യം? കാരണം ഹോമിയോപ്പതി ആധികാരിക ബോഡിയായ CCRH യാതൊരു ഡോക്യുമെന്റും ഇറക്കിയിട്ടില്ല. നേരെ മറിച്ച് നാളെ CCRH ഇറക്കുകയാണ്. ഈ പക്ഷി പനി ട്രീറ്റ് ചെയ്യാൻ ഇറക്കി നോക്കി അടുത്ത ദിവസം കോടതി അക്സെപ്റ്റ് ചെയ്യും. അതാണ് പ്രശ്നം. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ യഹിയ ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം വെച്ചാല് നിങ്ങൾ ഡോക്ടർ ഷാജി ഡോക്ടർ പറഞ്ഞൊക്കെ ശരിയാണെങ്കിലും നമുക്കൊരു കോർഡിനേറ്റ് ആയിട്ട് പബ്ലിക്കേഷൻ ഉണ്ടാവുകയും അത് നമ്മുടെ ഹയർ ബോഡി ചെയ്യുകയും വേണം. ഞാനോ ഡോക്ടർ വിചാരിച്ചിട്ട് കാര്യമില്ല. CCRH അംഗീകരിച്ച് വരികയാണ്, തീർച്ചയായിട്ടും അംഗീകരിക്കും. കാരണം ജഡ്ജിമാർ എക്സ്പേർട്ട് അല്ല, ജഡ്ജിമാർ എക്സ്പേർട്ടിന് ചോദിക്കുന്നത്. ഈ പറഞ്ഞൊരു കാര്യം തന്നെ, നിങ്ങൾ ഇപ്പൊ കോടതി കൊണ്ട് കേസ് കൊടുത്തിരിക്കട്ടെ, കോടതി റെഫറൻസ് ആദ്യം വരുന്നത് എവിടെയാണ്?
നേരെ വരുന്നത് ഹോമിയോപ്പതി ഡയറക്ടറിലേക്ക് വരും. അവരാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞാൽ അക്സെപ്റ്റ് ആളാവുന്നുള്ള കാര്യമാണ് ഈ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ തർക്കിക്കുന്ന കാര്യം അവിടെ ഇല്ല. ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഈ IUPH എന്നുള്ള സംഘടന ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന നിലപാടും അതിന് ഡോക്ടർ സലിംകുമാർ ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തി ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതും ഈ ചർച്ച നടത്തുന്നതുമെല്ലാം ഇതുമാതിരിയുള്ള വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ തന്നെ പെടുത്തി അതിന് ഉചിതമായ നടപടികളും അതിൻ്റെ ശരിയായ ഡിറക്ഷനും കണ്ടെത്തി അത് സാക്ഷാത്കരിച്ച് ഈ ഹോമിയോപ്പതി ചികിത്സ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ എല്ലാ ജീവജാലങ്ങളുടെയും ഉപയോഗത്തിനായിട്ട് ഫലപ്രദമാകുന്നതിന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കണ്ടതിനെ കൂടുതൽ ശാസ്ത്രീയമായിട്ട് എന്ത് രീതിയിൽ മാറ്റണം, അതെങ്ങനെ നമുക്ക് വരും കാലത്തോട്ട് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കാനും നടപ്പാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ നമുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനായിട്ട് ഇന്നതാ ചെയ്യേണ്ടത് പറഞ്ഞ് നമ്മളത് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കാനും മറ്റുള്ളവർ നമ്മളെ ആരോപിക്കുന്ന വിഷയങ്ങൾ നമ്മൾ തന്നെ നമ്മളുടെ മേൽപ്പെട്ട ചാർത്തി നമുക്ക് മാറിയിരിക്കാനുമല്ല. നമ്മൾ ഇറങ്ങുക, ആ ചെയ്യേണ്ട കാര്യങ്ങൾ നടത്തിക്കുക, അതിന് നിർദ്ദേശങ്ങളായിട്ട് വെക്കുക. ആ നിർദ്ദേശങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ സലിംകുമാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഡോക്ടർ മുസ്തഫ, ഡോക്ടർ ശ്രീകുമാർ തുടങ്ങിയുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നമുക്ക് റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കാം. ആ പ്രപ്പോസലിൻ്റെ മുകളിൽ നമ്മളോട് സഹകരിക്കുന്ന കർഷകരുടെ കോഴികളെയോ താറാവുകളെയോ നമുക്ക് ചികിത്സിക്കാം. അങ്ങനെ ചികിത്സിച്ചുണ്ടാകുന്ന ഫലം നമുക്ക് ഒരു റെക്കോർഡായിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്വാധീനവും നമ്മുടെ ഈ ഉള്ള കപ്പാസിറ്റി എല്ലാം വെച്ച് അതൊരു ഡോക്യുമെൻ്റായിട്ട് ഇറക്കാനായിട്ട് നമുക്ക് അവരുടെ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ നാളെ ഇത് ഫലപ്രദമായ രീതിയായിട്ട് മാറാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഈ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആ നേതൃത്വമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ നമ്മൾ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയ കാര്യത്തിൻ്റെ ഫലപ്രാപ്തിയെയും അതിൻ്റെ ഡിറക്ഷനെയും നമ്മൾ നശിപ്പിക്കേണ്ട. ആ ഡിറക്ഷൻ ഏത് വേണമെന്നുള്ളതിലോട്ടുള്ള സജഷൻസ് മാത്രം വയ്ക്കുക. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ തർക്കം ഒരു പോസിറ്റീവ് ഡിറക്ഷന് വേണ്ടി ആയിരിക്കണമെന്ന് മാത്രം എല്ലാവരും ധരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ സർ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ക്രിയാത്മകമായ ചർച്ചകൾ വരേണ്ടതുണ്ട്. ഡോക്ടർ MV സലിംകുമാർ സാറിനെ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മളൊരു വിഷയം വരുമ്പോൾ, നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ എങ്ങനെ മറികടക്കാം, അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതയില്ലല്ലോ എന്ന് തീരുമാനിച്ച് മിണ്ടാതിരിക്കണമോ, അതല്ല ഇതിനെ തരണം ചെയ്ത് അപ്പുറത്തോട്ട് പോകണമോ? ഇതാണ് നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സുകളിലൊന്ന്. ഇത് വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലെ ഇവിടെ ഇപ്പോൾ കേരളത്തിലെ വെറ്റിനറി കോളേജിൽ വെറ്റിനറി സർവകലാശാല ഹോമിയോപ്പതിയുടെ ബ്രിഡ്ജ് കോഴ്സ് തുടങ്ങി. അത് തുടങ്ങിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ അറിയപ്പെടുന്ന IAS കാരനായ ഡോക്ടർ B അശോക് അവിടെ രജിസ്ട്രാറോ ആ പോസ്റ്റിൽ ഇരുന്നപ്പോഴായിരുന്നു. ആ സമയത്ത് അതിനെ എൻ്റയർ ലോബി അതിനെ എതിർത്തു. കാര്യം ഇവിടെ പാടില്ല, അങ്ങനെ പറ്റില്ല, അങ്ങനെ തുടങ്ങാൻ പാടില്ല. ആരാണ് ഇതിനു മുമ്പ് ഇത് പഠിച്ചേക്കണ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഹോമിയോപ്പതി പഠിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ തുടങ്ങാം. അപ്പോൾ ആരുമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഈ ഹോമിയോപ്പതി ആയുർവേദമൊക്കെ അല്ലെങ്കിൽ ലണ്ടനിൽ ഇംഗ്ലണ്ടിലൊക്കെ കോളേജ് തുടങ്ങിയ കാലത്ത് ആദ്യം അവരെ പഠിപ്പിച്ചവരാരായിരിക്കും എന്നൊരു ചോദ്യം ചോദിച്ചെന്നാണ് പറഞ്ഞത്. യോഗ്യത ഉള്ളവർ തന്നെ പഠിപ്പിക്കണം എങ്കിൽ ആദ്യം കോളേജൊക്കെ തുടങ്ങിയ കാലത്ത് യോഗ്യത ഉള്ളവരായിരിക്കും പഠിപ്പിച്ചത് എന്ന് പറയുന്ന പോലെയാണ് ഇത്. ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ ആവശ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഗവൺമെന്റിന്റെ പ്രശ്നവും അതിന്റെ പരിമിതിയും ഒക്കെ ചിന്തിച്ചുകൊണ്ട് എന്ന് നമുക്ക് വെറുതെ ഇരിക്കാം. ഹോമിയോപ്പതി ബുക്കിൽ അത് പറഞ്ഞിട്ടില്ല, സമ്മതിച്ചു. ഇനിയും അതിൽ പലതും ആകാമല്ലോ.
ഇവിടെ സിമ്പിളായിട്ട് ഒരു പറവൂര് ചെമ്മീൻ ചത്തു പൊങ്ങിയപ്പോഴത്തേക്കും ഹോമിയോ മരുന്ന് കലക്കി ഒഴിച്ചതിന്റെ പേരിൽ ചെമ്മീൻ ചെമ്മീൻ കുട്ടക്കുരിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ചെമ്മീൻ്റെ വംശനാശം അവിടുത്തെ കർഷകർ പട്ടിണിയാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ പലയിടത്തും നമുക്ക് ചെയ്യാൻ പറ്റണം. യഹ്യ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ പോരെന്നാണ്. അങ്ങനെ ചെയ്യാൻ പോരാ എങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങി കർഷകരിലേക്ക് കുറെ സ്ഥലത്തെങ്കിലും നമ്മൾ ഈ പരീക്ഷണങ്ങൾ നടത്തണം. അങ്ങനെ നടത്തി അതിൻ്റെ ഒരു റെക്കോർഡ് പതുക്കെ ആയതിനു ശേഷമായിരിക്കും നമുക്ക് ഭാവിയിൽ നേരിട്ട് ഇടപെടാൻ പറ്റുക. അതിനുള്ള ആയുധങ്ങൾ സംഭരിക്കാനായിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ കർഷകരെ വിളിച്ചു കൂട്ടി അവരെ സഹായിക്കാൻ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് നമ്മൾ സഹായിക്കാനുള്ള മാർഗങ്ങൾ ആരായണം. അതിലൂടെ നമ്മളെ കഴിവ് ജനത്തെ ബോധ്യപ്പെടുത്തണം. അവിടെ നിന്ന് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഇന്ന് സ്വപ്നം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നാളെ എത്താൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ വെറ്ററിനറി ഡോക്ടർമാരെ അങ്ങേറ്റം സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ഓക്കെ. കാരണം ഈ വിഷയം ഞാൻ ഒരു കർഷകരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പക്ഷികളെയൊക്കെ കൊന്നുകളയുവാണല്ലോ എന്ന് പറഞ്ഞപ്പം ആ കർഷകൻ പറഞ്ഞത്, ഈ പക്ഷികളെ ഇന്നിപ്പം 1 മാസം നേരത്തെ കൊല്ലുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മാസം നേരത്തെ കൊല്ലുന്നു, ഇത് എപ്പോഴാണേലും കൊല്ലാനുള്ളതല്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പം ഈ പക്ഷികളെ നമ്മൾ അതില് പിന്നെ കൊന്നുകളയേണ്ട ജീവികൾ ആണ് ഇത് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. എന്നിട്ട് ഇത് കൊല്ലുന്നതിനൊക്കെ ഗവൺമെന്റ് അതിനുള്ള സബ്സിഡി എത്ര എണ്ണത്തിനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫീസ് സർക്കാർ തന്നെ ഈ കർഷകർക്ക് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കർഷകർ ഇതിനകത്ത് കൂടുതൽ വിലപിക്കാത്തത്. മനസ്സിലായില്ലേ? അവർക്ക് ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് പക്ഷികളെ കൊന്നിട്ട് അവർക്കാർക്ക് വലിയ വിഷമോ അല്ലെങ്കിൽ അവരാരും സമരം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ ഹോട്ടലുകാരാ സമരം ചെയ്തത്, അവർക്ക് മാംസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഹോട്ടലുകാരാ അവിടെ സമരം ചെയ്തത്. കർഷകർ അവിടെയും സമരം ചെയ്തതായിട്ട് കണ്ടോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നത് 1-2 ഫാം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ടീമിനെ ഇതിനകത്തുനിന്ന് IFPH കോയിൻ ചെയ്യുക. 1-2 ഫാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മരുന്ന് കൊടുത്ത് റെക്കോർഡ് ഉണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കുക. അതിനുവേണ്ടി ഒരു ടീം ഉണ്ടാക്കുക. നമ്മളൊരു ഫോൺ നമ്പർ കൊടുത്തിരുന്നു, ആരുടെ നമ്പറാണ് കൊടുത്തിരുന്നത്, എത്ര കർഷകർ വിളിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ കോണ്ടാക്ട് ചെയ്തു എന്ന് ഒന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ അവരുണ്ടെങ്കിൽ ഉചിതമായിരുന്നു. സലീംകുമാർ ഡോക്ടറെ ഏത് നമ്പറായിരുന്നു നമ്മൾ പത്രത്തിൽ കൊടുത്തിരുന്നത്? എന്റെ നമ്പറാണ് കൊടുത്തത്. മനോരമ എറണാകുളത്ത് ഈ വാർത്ത ഇട്ടു എന്നല്ലാതെ ആലപ്പുഴയിലെ ഒരു പത്രത്തിൽ ഇതുവരെ വന്നിട്ടിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരും വിളിച്ചിട്ടില്ല. എറണാകുളത്ത് നിന്ന് 1-2 പേര് വിളിച്ചിരുന്നു. പിറവത്ത് നിന്ന് ഒരു കോഴി കർഷകൻ വിളിച്ചിരുന്നു. ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചിലരൊക്കെ ഇത് ഈ പക്ഷി വളർത്തൽ നിർത്തിയ ആൾക്കാരാണ് ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം. അപ്പൊ അങ്ങനെ 1-2 വിളിച്ചിരുന്നു. പക്ഷെ ആലപ്പുഴയിൽ നിന്ന് ഇന്നുവരെ ഒരു താറാവ് കർഷകനെ തന്നെ വിളിച്ചിട്ടില്ല, കോഴി കർഷകരെ വല്ലതും വിളിച്ചത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതല്ലേ? അവിടെയാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പത്രസമ്മേളനം നടത്തിയത് ആലപ്പുഴയിൽ ആയില്ല എന്നുള്ളത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അത് ആരുടെ കുഴപ്പമില്ല. നമ്മൾ എറണാകുളത്ത് നടത്തിയാലും പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് എറണാകുളത്ത് നടത്തിയത്. ആലപ്പുഴ നടത്തിയിരുന്നെങ്കിൽ കുറെ കൂടി ജനപിന്തുണ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു. പത്രങ്ങൾ ഈ കാര്യങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ആഴ്ചയായിട്ട് ഭയങ്കര വാർത്തകൾ കൊണ്ട് പ്രളയമായതുകൊണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞു. പിന്നീടും സ്വാധീനം ചെലുത്തിയ മനോരമയിൽ വാർത്ത വന്നു. മനോരമ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ എപ്പോഴും നിൽക്കുന്ന കേരളമതി പോലും ഈ വാർത്ത ഇട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നാളെ വന്നാലായി ഒന്നും അറിയില്ല. അത് ആലപ്പുഴയിൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നാലേ ഇത് കർഷകരിലേക്ക് ഈ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നുണ്ട്. കർഷകർ അറ്റ് പ്രസന്റ് ചിലരൊക്കെ കർഷകരെ സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞേക്കണം, അല്ലാതെ ഒന്നുമില്ല. ഇതിന് വലിയ ചില അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അറിയാം. കാര്യം 100 താറാവിനെ കരിച്ചു കളഞ്ഞിട്ട് 500 താറാവുണ്ടെന്ന് എഴുതും ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും. അതുമായിട്ട് ഉള്ള ചില സ്കോപ്പുകളുടെ കിടക്കണകൊണ്ടാണ് കർഷകരിനകത്ത് വിടാത്തത്. ഇതൊക്കെ സലീംകുമാർ ഡോക്ടർ പറഞ്ഞ അതെല്ലാം ഇതിൻ്റെ അകത്ത് വിഷയങ്ങളാണ്. ഇതിൻ്റെ അകത്ത് പൈസ ഈ താറാവിനെ കൊന്നു കളഞ്ഞതിനൊക്കെ അവര് പറയുന്ന കണക്കാണ്. പൈസ എഴുതി ഉണ്ടാക്കി എടുക്കണവരുണ്ട്. അതുപോലെ തന്നെ
ഈ പൈസ സബ്സിഡി ആയിട്ട് കിട്ടുമെന്ന് പറയണില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പോരായിക ഞാനിപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്, കഴിഞ്ഞ കൊല്ലം താറാവിനെ കൊന്നു കളഞ്ഞ പലർക്കും ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള കിട്ടിയിട്ടില്ല. പരാതി അവിടെ നിലനിൽപ്പുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആണ്. ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് ഈ ഓഫർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓഫർ കൊടുത്തേക്കണവര് പൈസ അവരെടുത്തിട്ടുണ്ടാവും, ഒരുപക്ഷെ കർഷകർക്ക് എത്താത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഇതുമാതിരിയുള്ള പല കാര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. ഏതായാലും ഈ നമുക്കൊരു പ്രതിരോധം, അല്ലെങ്കിൽ നമുക്കൊരു പ്രതിരോധിക്കാനും ചികിത്സിക്കാനും പറ്റും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിലിരിക്കെ ആ യാഥാർത്ഥ്യത്തെ പൊതുജനമറ്റത്തിൽ തുറന്നു കാണിക്കാനും, പക്ഷികളാണെങ്കിലും അത് എഡിബിൾ ആക്കായിട്ട് ഭക്ഷ്യയോഗ്യമാക്കേണ്ടതിന് വേണ്ടി വളർത്തുന്നതാണ്. അതിനെ കൊന്നുകളഞ്ഞോട്ടെ, അത് മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഭക്ഷ്യയോഗ്യമായ സാധനത്തെ മനുഷ്യന് ഭക്ഷിക്കാത്ത അവസ്ഥയിൽ കൊന്നുകളഞ്ഞിട്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുന്നതിന് ഇത് കാരണമാകുന്നു എന്നുള്ളത് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ ഇന്ന് മുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില വൻകൂട ശക്തികൾ ഇതിൻ്റെ പിന്നിൽ അവരുടെ സിന്തറ്റിക് മീറ്റ് ഉൽപാദനത്തിന് വേണ്ടിയുള്ള വിൽപ്പന കമ്പോളം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ ഉപകരണമാക്കാതിരിക്കാൻ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള എഡിബിൾ ഫുഡ് നമുക്ക് കിട്ടാണ്ടാവുകയും അൺനാച്ചുറൽ ആയിട്ടുള്ള സിന്തറ്റിക് ഭക്ഷണം നമ്മൾ കഴിക്കാൻ നാളെ നിർബന്ധിതരാകുകയും ചെയ്യും. അത് നമ്മുടെ പിടിയിൽ കിട്ടാതെ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാനും. ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് നിസ്സാരം ഈ പേടിപ്പിച്ച് പക്ഷികളെ കൊല്ലുക, കർഷകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ കർഷകരെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ദേവൻ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഷഫീഖ് ഡോക്ടറും കൈയുയർത്തിയിരുന്നു. സമയം തീരാൻ പോകുന്നു, എത്രയും പെട്ടെന്ന് സംസാരിക്കുക. ഡോക്ടറെ ദേവൻ പറയട്ടെ, ആ പറഞ്ഞോട്ടെ. പറയൂ. ഇതിൽ നമ്മൾ അവയർനെസ് മെയിനായിട്ട് കൊടുക്കേണ്ടത് കോഴി കർഷകർക്കാണ്. കാരണം അവരുടെ താൽക്കാലിക ലാഭം നോക്കിയാണ് അവരിപ്പോ നിൽക്കുന്നത്. കാരണം അവർക്ക് കോമ്പൻസേഷൻ കിട്ടും, പക്ഷെ അതിന് കഴിഞ്ഞ കൊല്ലത്തെ പലർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങളെ ഭാവിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതാണ് ചെയ്യുന്നതെന്നും ഇതിന് സ്കോപ്പ് ഹോമിയോപ്പതിയിൽ ഉണ്ടെന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അത് ഞങ്ങള് അതിന് തയ്യാറാണെന്ന് കോഴി കർഷകരെ കൊണ്ട് പറയിപ്പിക്കണം. അത് ചെയ്താലേ ഇതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവും. അല്ല നമ്മൾ പറയുകയോ ചെയ്താൽ ഞങ്ങളതിൽ വരുന്നുണ്ട് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അതല്ല. അവര് പറയണം. അവര് പബ്ലിക്കിന്റെ പ്രതിനിധികളാണ്, അവരാണ് ഇത് സഫർ ചെയ്യേണ്ടത്. അതേപോലെ നമ്മളിപ്പോ ഹോട്ടലിന്റെ അവര് അസോസിയേഷൻകാർ ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും ഇത് എഫക്ട് ചെയ്യുന്നതാണ്. അവരെ കൊണ്ടും പറയിപ്പിക്കുക, ഇങ്ങനെ ഹോമിയോപ്പതിയിൽ ഇതിന് ചികിത്സയുണ്ട്, ഇങ്ങനെ കൊന്നൊടുക്കേണ്ട കാര്യമില്ല, അതിനുള്ള എന്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് ചോദിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് സമ്മർദ്ദത്തിലാവും. അല്ലാതെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേയും ചെയ്യുകയുള്ളൂ. എനിക്ക് തോന്നുന്ന വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ ഇന്നല്ല, വളരെ മുന്നേ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് അന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ ഒരു 10-35 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് തൂജ മെഡിസിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അന്നും അവര് സിലബസിൽ കുറെയൊക്കെ ഹോമിയോ മരുന്നുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തോളം അത് മാറിയെന്നാണ് തോന്നുന്നത്. പിന്നെ വന്നു. പക്ഷെ അതിൽ ഈ ലോബിയുടെ ഒക്കെ ഇടപെടലുകൾ ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ നമ്മളിപ്പൊ ചെയ്യേണ്ടത് ഈ കോഴി കർഷകരെയും ഈ ഇതിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ഡിമാൻഡ് വെപ്പിക്കണം. ഞങ്ങള് ഹോമിയോ ട്രീറ്റ്മെന്റ് ഇതിന് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നും അത് ചെയ്യാനുള്ള ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും അവരെ കൊണ്ട് പറയിപ്പിച്ചാലേ ഇതിനൊരു എഫക്റ്റീവ് ഇതുണ്ടാവും. അതിന് നമ്മുടെ IFPH ശ്രമിക്കുക. അതായിരിക്കും ബുദ്ധിയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അടുത്തതായിട്ട് ഡോക്ടർ ദേവൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. സമയം കഴിഞ്ഞോ? ഞങ്ങള് ഇല്ല സാർ, ഇല്ല, സംസാരിക്കാവുന്നതാണ്. എനിക്ക് സുഖമായി പനിയായിട്ട് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. ഇതിലിപ്പോ ഈ യഹ്യ ഡോക്ടർ പറഞ്ഞതും ഷാജിക്കുടി ഡോക്ടർ പറഞ്ഞതും ശരിയും തെറ്റുമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യഹ്യ ഡോക്ടർ പറയുന്ന ശരി എന്ന് പറയുന്നത് ഒരു നൈതികത അദ്ദേഹം ഉയർത്തി കാണിച്ചു. ഈ മൃഗങ്ങളെയൊക്കെ തുറന്നു വിട്ട് വളർത്തേണ്ടതാണ്. വളരെ വിശാലമായി ചിന്തിക്കുമ്പോൾ വളരെ ശരിയായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സങ്കല്പമുണ്ട്. അതിപ്പോൾ മൃഗങ്ങൾക്ക് മാത്രം പോരല്ലോ, മനുഷ്യനും അങ്ങനെ വളർത്തണമെന്ന് മൈത്രേയനൊക്കെ മക്കളെയൊക്കെ വളർത്തിയതുപോലെ
പക്ഷെ അത് സമൂഹത്തിൽ എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ ഈ അഗ്രികൾച്ചർ എന്ന വാക്ക്, കൾച്ചർ വന്നത് എന്തുകൊണ്ടാണ്? അതൊരു സംസ്കാരം. കൃഷി തുടങ്ങിയപ്പോഴാണ് കൾച്ചർ വന്നത്. അതിനു മുമ്പ് പെറുക്കിത്തീനി സമ്പ്രദായമാണ്. ഇങ്ങനെ നടക്കുന്ന കിട്ടുന്നിടത്തുനിന്ന് തിന്നുക. അപ്പോൾ കൾച്ചർ വന്നത് കൃഷിയോടുകൂടിയാണ്. അപ്പോൾ ഈ കൂട്ടിലിട്ട് വളർത്തുന്നത് വിശാലമായ അർത്ഥത്തിൽ തെറ്റാണെങ്കിലും അത് അങ്ങനെ അതൊരു കൃഷി എന്ന രീതി അങ്ങനെ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇതിൻ്റെ പരിഹാരം ഇപ്പം ഞാൻ ഒരു 2000 താറാവിനെ ഞാൻ ചികിത്സിച്ച്. പക്ഷേ എനിക്കത് അതായത് ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങ് ആലപ്പുഴ വരെയുള്ള കായൽ എന്ന് പറയുന്ന കായലിൻ്റെ അക്കര കോട്ടയം ജില്ലയാണ്. അപ്പോൾ ഈ ആലപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു കോഴി ഫാമിലെ ഒരാൾ അയാളുടെ ഈ ആലപ്പുഴയിലെ എല്ലാത്തിനെയും കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അയാൾക്ക് അപ്പുറത്ത് കോട്ടയം ജില്ലയിൽ സ്ഥലമുണ്ട്, അവിടെ ഫാമുണ്ട്. അങ്ങോട്ട് ഇതിനെല്ലാം മാറ്റിയിട്ട് എൻ്റെ മരുന്ന് വാങ്ങിക്കൊടുത്ത് 10-ൽ താഴെ പക്ഷികൾ മാത്രമേ ഈ 2000-ൽ നിന്നും മരിച്ചുള്ളൂ. പക്ഷെ അത് നമുക്ക് തെളിവ് കാണിക്കാൻ പറ്റത്തില്ല. കാരണം നിയമവിരുദ്ധമായിട്ട് രാത്രിയാണ് ഈ സാധനത്തിനെ കൊണ്ടുപോകാനേ പാടില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു എനിക്ക് ഒറ്റ താറാവും ഇല്ലായിരുന്നു, എല്ലാം നേരത്തെ ഞാൻ ഇത്തവണ വളർത്തിയില്ല എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടിട്ട് വളർത്തിയിട്ട് അതിൽ 4-5 ഒരു 10-ൽ താഴെ മരിച്ചുപോയി. അപ്പം നമുക്ക് മരുന്നുണ്ട്. പിന്നെ ഹോമിയോപ്പതി ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്, എല്ലിസ് ബർക്കർ കുതിരയെ ചികിത്സിച്ച കാര്യം പറയുന്നുണ്ട്. അതുപോലെ കുറേ ലിറ്ററേച്ചറുകളിൽ മൃഗങ്ങളെ ചികിത്സിച്ചതിൻ്റെ റിപ്പോർട്ടുകളല്ല തെളിവുകളുണ്ട്. നമ്മുടെ പഴയ പൈനിയേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ കുറേ ഇതുണ്ട്. ഈ ഷാജി ഡോക്ടർ പറയുന്ന ഗൂഢാലോചനാ സിദ്ധാന്തം എന്ന് പറയുന്നത് സംഭവം സത്യമാണെങ്കിലും അത് ജനങ്ങൾക്കിടയിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്കിടയിൽ അത് ജനങ്ങളോട് ഇതൊരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക് അവർക്ക് അനുഭവപ്പെടുന്ന കാര്യമല്ലേ അവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. വളരെ വലിയ ആശയങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പറയുമ്പം അത് സ്വീകരിക്കാവുന്ന അവസ്ഥയിൽ ജനം എത്തണമെന്നില്ല. എന്തായാലും നമ്മൾക്ക് മരുന്നുകളുണ്ട്, നമ്മൾക്ക് ലിറ്ററേച്ചറുകളും ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ എല്ലിസ് ബർക്കറുടെ എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് ലിറ്ററേച്ചറുകളുണ്ട്, ഹോമിയോപ്പതിക് വെറ്ററിനറി ക്ലിനിക്കുകളുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾക്ക് ഹോമിയോപ്പതിയിൽ വെറ്ററിനറി കോഴ്സ് വന്നല്ലോ. വെറ്ററിനറി ഒരു കോഴ്സ് വന്നത് തന്നെ അത് ഇതിൻ്റെ ഒരു സാങ്കത്യം മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പിന്നോട്ട് മാറേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊന്നും അല്ല പരിഹാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ചികിത്സിക്കാൻ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല. കാരണം പ്രോട്ടോകോളിൽ കൊല്ലുക എന്നുള്ളതാണ്, കള്ളിങ് ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഏത് ഫാമിൽ പോയി ചികിത്സിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പേഷ്യൻ്റ് പന്നിയെ വളർത്തി കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവിടെ പന്നിപ്പനി വന്നപ്പോൾ ഇതിനെയൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊല്ലുന്നതിന് കുഴപ്പമില്ല, അതെല്ലാത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, അങ്ങനെ അതിനുള്ള നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല. ഇയാൾ വിവരാശം വഴി ഈ വിവരാശമൊക്കെ വേണമെങ്കിൽ ഇനി കൊണ്ടുവരാൻ കേട്ടോ, അതൊക്കെ തെളിവ് കിട്ടും. മറ്റേ പറഞ്ഞ 2000-ൻ്റെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം അത് രഹസ്യമായി ചെയ്തൊരു കാര്യമാണ്. അത് ആരും ചോദിക്കരുത്, അത് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് വേണേൽ കൊണ്ടുവരാം. ഇയാൾ വിവരാവശ്യം ചോദിച്ചു, അതിന് ഇപ്പം എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല? അപ്പോൾ അവർ പറഞ്ഞില്ല, ആ കൊല്ലാൻ മാത്രമേ. അപ്പോൾ അയാൾ ചോദിച്ചത് ഇത് എത്ര എണ്ണത്തിന് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കൊല്ലുന്ന പന്നികൾക്ക് ഏതെങ്കിലും ഉണ്ടോ? ഈ പന്നികൾക്ക് ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഒന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു ഇത് വേണ്ടേന്ന് പറയും. അപ്പോൾ അവർ വരിക, എന്നിട്ട് നേരെ ബലമായിട്ട് ഇതിനെ കൊല്ലുക, ഇതാണ് അവർ ചെയ്തത്. അല്ലാതെ യാതൊരുവിധ പരിശോധനകളും നടത്തുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേര് കുറേ തർക്കങ്ങളൊക്കെ ഉണ്ട്. ആകെ അതുകൊണ്ടുണ്ടായ മെച്ചം അയാൾക്ക് പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടി. ഇയാളൊരു ചെറുകിട കർഷകനാണ്, 10-15 പന്നിയേ ഉള്ളൂ. ഈ ചെറുകിട കർഷകർക്കൊന്നും നഷ്ടപരിഹാരം കൃത്യമായിട്ട് കിട്ടാറില്ല. വൻകിടക്കാർക്ക് ഇതുകൊണ്ട് നല്ല ലാഭമുണ്ട്. ഇങ്ങനെ കൊല്ലുന്നത് കൊണ്ട് വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റുകളും നടക്കും, വലിയ ലാഭമുണ്ട്. ഇയാൾ ഇങ്ങനെ വിവരാവകാശമൊക്കെ ചോദിച്ച് കേസ് കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഇയാൾക്ക് ഇതിനേക്ക് അകത്തേക്ക് കയറി എൻക്രോച്ച്മെന്റ് അകത്തേക്ക് കയറാൻ ഉൾപ്പെടെ കേസ് കൊടുക്കും എന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടി. അപ്പൊ ഇങ്ങയുടെ വിവരാവകാശ റിപ്പോർട്ട് ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളും കൂടെ സംസാരിക്കാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്.
ധനേഷ് ഡോക്ടറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്തായാലും വളരെ പെട്ടെന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഇത്രയും കൊഴുക്കുന്ന രീതിയിൽ ഈ ചർച്ച എത്തുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെ നല്ല ചർച്ചയാണ് വേദിയിൽ നടന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോമിയോപ്പതിയിൽ ആരും ചെയ്യുന്നില്ല അല്ലെ ഒഫീഷ്യലായിട്ട് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. ഇപ്പൊ നമ്മുടെ സൂമിൽ തന്നെ ഡോക്ടർ സുജിത് മാക്കാർ ധാരാളം കേസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പഞ്ചാബിലെ ഒരു കർഷകനാണ്, ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. അതുപോലെ തന്നെ ഡോക്ടർ മനോഹർ ഉപാധ്യായ എന്ന് പറയുന്ന നമ്മുടെ ബാംഗ്ലൂരുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ വെറ്റിനറി ഭയങ്കര ക്രൈസുള്ള ഡോക്ടറാണ്. അദ്ദേഹവും നമ്മുടെ വേദിയിൽ. അതുപോലെ മുസ്തഫ ഡോക്ടർ നമ്മുടെ കേരളത്തിൽ നിന്ന്. അങ്ങനെ ധാരാളം ഡോക്ടർമാർ ഇതിന്റെ വർക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവര് സൂമിൽ തന്നെ പല തവണ ഈ പറഞ്ഞ ആൾക്കാർ വന്നിട്ടുണ്ട്, ഒത്തിരി കേസുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹോമിയോപ്പതിയിൽ ഇത് സാധ്യതമാകുന്നു എന്നുള്ളത് ഇതെല്ലാം എവിഡൻസ് ആയിട്ട് സൂമിൽ ഇപ്പൊ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികമായിട്ട് ഈ പറഞ്ഞ ചികിത്സിക്കാനുള്ള സാധ്യതകളും ചികിത്സിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗവൺമെന്റിന്റെ മുമ്പിലും അതുപോലെ പൊതുജനത്തിന്റെ മുമ്പിലും ആരോഗ്യ പ്രവർത്തകരുടെ മുമ്പിലും വാർഡ് മെമ്പർമാരുടെ മുമ്പിലും സാധാരണക്കാരുടെ ജനങ്ങളുടെ മുമ്പിലും എത്തിക്കാൻ പറ്റിയാൽ അത് ഭാവിയിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും വെറ്റിനറി സയൻസിനും അതുപോലെ തന്നെ കർഷകർക്കും ഗുണകരമാകും എന്ന ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഹാൻഡ് റൈസ് ചെയ്തത്. ഇപ്പൊ ദേവരായ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മളിപ്പം ആലപ്പുഴ, മുഹമ്മ, കോട്ടയം ഈ ഒരു മേഖല എന്നൊക്കെ പറയുന്നത് ഇത് അഫക്റ്റ് ചെയ്യുന്ന ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഞാനിവിടെ ക്ലിനിക്ക് തുടങ്ങുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു ക്വാളിഫൈഡ് അല്ലാത്തൊരു വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് വൈദ്യരെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ സമയത്തിന് അത്ര ചിട്ട പിടിക്കേണ്ട കാര്യമില്ല. വളരെ പ്രശസ്തമായ അല്ലെ വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിർത്തുന്ന അബ്രപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്താലും കാര്യം പറയാമെന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. കാരണം അദ്ദേഹം ഇവിടെ ഞാൻ വന്നതിന് ശേഷം പതുക്കെ അദ്ദേഹം മനുഷ്യരുടെ ചികിത്സ എന്നിലോട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം വെറ്റിനറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. മിക്കവാറുമുള്ള നാട്ടിൻപുറത്തുള്ള മുഴുവൻ പശുവിനെയും ആടിനെയും താറാവിനെയും കോഴിയൊക്കെ അദ്ദേഹമായിരുന്നു ചികിത്സിക്കുക. അതുവഴി ഒത്തിരി ആൾക്കാർക്ക് ആ പ്രയോജനം കിട്ടിയതായിട്ട് നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രോഗികൾ തന്നെ വരുമ്പോൾ പറയും, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ അവിടെ വൈദ്യരെ കാണിച്ചപ്പോഴും വൈദ്യരെ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മാറി, അല്ലെങ്കിൽ ഇന്ന മരുന്ന് സാറിൻ്റെ ഉണ്ട്, അത് അദ്ദേഹം എഴുതി തന്നാണ്. അപ്പം ഇതെല്ലാം അനുഭവങ്ങളാണ്. അപ്പൊ ഹോമിയോപ്പതി നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ അനുഭവ ചികിത്സയാണ്. അല്ലാതെ എവിഡൻസ് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന രേഖകളും നമ്മൾ സംഘടിപ്പിച്ചു വെക്കുമ്പോഴാണ് അത് എവിഡൻസ് ആകുന്നത്. ഈ അനുഭവങ്ങൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് അത് ജനങ്ങൾ അറിയുന്നത്. പണ്ട് കാലത്ത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. ഇന്നിപ്പോൾ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ആ രീതിയിലുള്ള പരസ്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ അത്രയും പ്രൊപ്പഗാൻഡ ശരിക്കും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മറ്റേത് ലോക്കലായിട്ട് നല്ല പബ്ലിസിറ്റി എല്ലാവർക്കും കിട്ടുമായിരുന്നു. ഇപ്പൊ ലോക്കൽ പബ്ലിസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സൂമുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇത് എല്ലാവരും കേൾവിക്കാര് ആയിട്ട് മാത്രം ഇരുന്നാൽ പോരാ, ഇതെല്ലാവരും ഷെയർ ചെയ്യും. മറ്റ് ഗ്രൂപ്പുകളിൽ, സാധാരണ നാട്ടിൻപുറ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇതൊക്കെ അറിയുള്ളൂ. ആൾക്കാരെ ഇതൊക്കെ ഒരു സാധ്യതകൾ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നാം ഇങ്ങനെയൊക്കെ നടത്തുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉള്ളൊരു വേദിയായിട്ട് ഇതിനെ കാണാതെ ഇത് പൊതുജനങ്ങളിലോട്ട് നമ്മളുടെ അറിവുകൾ പങ്കുവെക്കുന്ന വേദിയായിട്ട് കാണുകയാണെങ്കിൽ നമുക്കിത് വളരെ നല്ല രീതിയിൽ നമ്മളുടെ ഉദ്ദേശ ശുദ്ധി ജനങ്ങൾ മനസ്സിലാക്കുകയും നമ്മോടൊപ്പം നിൽക്കുകയും കുറെ പേർ പുതിയ ഒരു ചിന്താഗതിയിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, നന്ദി സാർ. ഇനി ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാവുന്നതാണ്. ദേവൻ ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവസരം കൊടുക്കും. ഓക്കെ സാർ. ദേവൻ ഡോക്ടർ പ്ലീസ്. എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ചികിത്സ ഇപ്പോഴത്തെ പ്രോട്ടോകോൾ വെച്ചിട്ട്, ഇന്റർനാഷണൽ പ്രോട്ടോകോൾ വെച്ചിട്ട് സാധ്യമല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ഫാമിലെ നമ്മളൊരു ഫാം ഏറ്റെടുത്തിട്ട്, അത് നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ IFPH നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ട്
അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഏറ്റെടുത്തിട്ട് അതിൽ ഇതിനെ കൃത്യമായ രീതിയിൽ പിന്നെ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവയ്ക്കൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കാൻ പറ്റും. അല്ലാതെ ഒരു സംഭവം പിന്നെ ഇപ്പം ബേർഡ് ഫ്ലൂ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ അവരാ പ്രോട്ടോകോൾ വളരെ നിർബന്ധിതമായിട്ടാണ് അവരാ പ്രോട്ടോകോൾ അടിച്ചേൽപ്പിക്കുന്നത്. വളരെ ശരിക്കും ഒരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് പോലീസിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി വന്നിട്ടാണ് ഈ പന്നികളെയൊക്കെ കൊന്ന കാര്യം ഞാൻ പറഞ്ഞത്. താറാവിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒരു സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടെ പ്രിവെൻറ്റീവ് കൊടുക്കുക. പ്രിവെൻറ്റീവ് അപ്പോൾ അതിനകത്തുള്ളൊരു പരിമിതി, ഈ എല്ലാത്തിനും നമുക്ക് പ്രിവെൻറ്റീവ് ഒരുമിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. എന്നാലും ബേർഡ് ഫ്ലൂ എങ്കിലും വന്നിട്ടില്ല എന്ന് നമുക്ക് അതിലെ ഒന്നിനും ബേർഡ് ഫ്ലൂ വന്നിട്ടില്ല എന്നുള്ള ഒന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ഈ പ്രോട്ടോകോൾ ഇങ്ങനെ ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന് ബേർഡ് ഫ്ലൂ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ എല്ലാത്തിനും ഒരുമിച്ച് കൊന്നുകളയുന്ന രീതി മാറിയിട്ട് ഈ പ്രോട്ടോകോൾ അതിനുള്ളൊരു ശ്രമം, അതിന് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശ്രമം നമ്മൾ തുടങ്ങുക. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. ഈ കൊല്ലുന്നതൊക്കെ എല്ലാത്തിനും അസുഖമുള്ളതാണോ, ഇത് അസുഖം ഉണ്ടെന്നുള്ളതിന് അല്ലാത്തതിനെ കൊല്ലുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനത്തിന് അസുഖം വന്നു, അത്തരം ഡാറ്റ കൊണ്ട് വേറെ പ്രയോജനമുണ്ട്. അടുത്ത വർഷം ഇത് വരുമ്പോൾ ഈ ഡാറ്റ നമ്മൾക്ക് ഇവരെല്ലാം ഡാറ്റ എടുക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാത്തിനും. ഇവർക്ക് ഈ ഡാറ്റ വെച്ചുകൊണ്ട് എത്ര ശതമാനത്തിന് ബാധിച്ചിട്ടില്ല എന്ന് ഇവർക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഫാമിലെ നമ്മൾ കൊടുത്തതിൽ കൊല്ലണമെങ്കിൽ പോലും അതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിനിതുണ്ടോ ഇല്ലയോ എന്നുള്ള വ്യക്തമായിട്ടുള്ള പഠനം വേണം. അത് സ്റ്റാറ്റിസ്റ്റിക്സ് അത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൊല്ലണ്ട എന്ന് നമുക്കിപ്പം ഇപ്പോഴത്തെ നിയമം വെച്ച് നമുക്ക് ബലം പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കൊല്ലുന്നവന് പോസ്റ്റ്മോർട്ടം ചെയ്യണം, ഒരു എക്സാമിനേഷൻ വേണ്ടേ, ഇതൊരു സയന്റിഫിക് ഇതായിരിക്കണ്ടേ. അല്ലാതെ കാടടച്ച് വെടിവെച്ച് കൊല്ലുന്ന അങ്ങനെയാണെങ്കിൽ ഈ കണക്ക് നാളെ ഇത് മനുഷ്യർക്ക് നേരെയും വരാൻ പാടില്ല. കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവൻ പകർത്തും എന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളയാണ് ചെയ്യേണ്ടത്, അതല്ലല്ലോ. അപ്പോൾ ഇത് തീർച്ചയായും ഒരു സ്റ്റഡി ഇതിന് കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സംവിധാനം, അല്ലാതെ വെറുതെ കാടടച്ച് വെടിവെച്ച് കൊല്ലുന്ന രീതി ശരിയല്ല എന്നുള്ളത് നമ്മൾ അധികാര കേന്ദ്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. നന്ദി ഡോക്ടർ. പക്ഷിപ്പനി ചികിത്സയും അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളെ കുറിച്ച് എല്ലാം വളരെ സജീവമായിട്ടുള്ള ചർച്ചയാണ് നടന്നത്. ഇന്നത്തെ ഈ വെബിനാറിന് നന്ദി ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ മനോജ് GS ക്ഷണിച്ചോളൂ. നന്ദി ഡോക്ടർ ഹേമ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ചർച്ച തുടങ്ങി, പക്ഷേ മുസ്തഫ സാർ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ അറിവില്ലായ്മ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളിനകത്ത് പുറത്തു വരികയുണ്ടായി. വളരെ ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഈ ഡോക്ടർ മാത്രമാണ് പറഞ്ഞത്. അതായത് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് മെഡിസിൻ കൊടുക്കാമെന്ന് ഡോക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളൊരു പരാജയമുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളണത്. അതുപോലെ തന്നെയാണ് മുസ്തഫ സാറ് പറയുകയുണ്ടായി, ഒരു പ്രദേശം വളഞ്ഞു വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, കയറാൻ പാടില്ല, ടോട്ടലി കൊല്ലുകയാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവരവരുടെ അനുഭവത്തിന് വെളിച്ചത്ത് പറയണം, നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ ഏറ്റവും പ്രധാന കാര്യം വെച്ചാൽ XY ചികിത്സിച്ചു എന്നുള്ളതല്ല, അപ്രൂവ്ഡ് ഒരു ബോഡി അംഗീകരിച്ച ഒരു ഡോക്യുമെന്റ് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മളത് ഉണ്ടാക്കിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇതിനകത്ത് സെൻട്രൽ കൗൺസിലിലെ നാഷണൽ കൗൺസിലിലേക്ക് ആൾക്കാരുണ്ട്, അവരെ വിളിച്ചു കൂട്ടി ഈ പറഞ്ഞ ഡോക്യുമെന്റ് അവർ സബ്മിറ്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്യുക, അത് കൊടുക്കുക. ഈ ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ആണ്, ആരും മോശക്കാരായിട്ടല്ല, പക്ഷേ അപ്രൂവ്ഡ് ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ വേണം, അത്രേ ഉള്ളൂ. എന്തായാലും വളരെ ഭംഗിയായിട്ട് ചർച്ച നടന്നു. ഇതിൽ പങ്കെടുത്ത ഡോക്ടർ എഹിയ, ഡോക്ടർ ഷാജി വർഗീസ് കുടിയാട്. കള്ളിങ് നടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞ, ആ പ്രദേശം എടുക്കാൻ പറ്റൂലല്ലോ, പിന്നെ എങ്ങനെ പിന്നെ ഡോക്യുമെന്റ് എങ്ങനെ ഉണ്ടാകും? അതെല്ലാം ഡോക്ടറെ അവിടെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. അവിടെയാണ് നമ്മൾ റിസർച്ചിന്റെ ഭാഗം. നമ്മളൊരു റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കണം. ആ റിസർച്ച് പ്രപ്പോസൽ NCHന് കൊടുക്കണം, CCRHന് കൊടുക്കണം. അതിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യണതെന്ന് പത്രദ്വാര നമ്മൾ അറിയിക്കുകയും 1-2 ഫാം നമ്മൾ IFPH ഏറ്റെടുത്ത് CCRHന് നമ്മൾ കൊടുത്തിരിക്കുന്ന റിസർച്ച് പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിന് ലീഗാലിറ്റി ഉണ്ട്. അതിൻ്റെ വരുന്ന റിപ്പോർട്ട് അത് എവിഡൻസുമാണ്. ഒരു സാങ്ഷൻ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടി വരും, അല്ല നടക്കും. സാങ്ഷൻ വാങ്ങിക്കണം തീർച്ചയായിട്ടും. അതെ, അത് ചെയ്യണം. ഡോക്ടർ ദേവൻ ഡോക്ടർ, അതുപോലെ ഷബീഖ് ഡോക്ടർ, ഡോക്ടർ മുസ്തഫ, ഡോക്ടർ തനേഷ്, എല്ലാവർക്കും, അതുപോലെ വിഷയമായിട്ട് ഡോക്ടർ ഹേമ,
നല്ല സലിംകുമാർ ഡോക്ടർ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഡോക്ടറും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു. ഡോക്ടർ ഹേമ കൺക്ലൂഡ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ ഹോമിയോപ്പതി പ്രേമികളും സ്നേഹികളുമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഗുഡ് നൈറ്റ്. നന്ദി, നമസ്കാരം. താങ്ക് യു.